കാർഷിക ഭൂപ്രശ്നങ്ങൾ ഉന്നയിച്ച് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത സമിതി ആഭിമുഖ്യത്തിൽ ഇടുക്കി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിന്റെ ഉദ്ഘാടനം ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നിർവഹിച്ചു. കർഷകരുടെ സ്വപ്നങ്ങൾ മണ്ണോട് ചേരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കത്തോലിക്ക സഭയും സഭയുടെ ഏക സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസും ഈ വിശ്വാസ സമൂഹവും ഒന്നു ചേർന്ന് നമ്മൾ നടത്തുന്ന ഈ അതിജീവന പോരാട്ടത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായുള്ള കളക്ടറേറ്റ് മാർച്ച് ഇടുക്കി കളക്ടറേറ്റിന് മുൻപിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ധർണ പ്രതിഷേധ സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവാണ്. പലിശയെങ്കിലും എഴുതിത്തള്ളുവാനുള്ള സന്മനസ് ബന്ധപ്പെട്ട സർക്കാർ കാണിക്കണം. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി കാലാകാലങ്ങൾ നിങ്ങൾ പാക്കേജുകൾ പ്രഖ്യാപിക്കാറില്ലേ? എവിടെയാണ് ആ പാക്കേജുകളുടെ അന്നത്തെ അവസ്ഥ? ഈ പാക്കേജുകൾ കൊണ്ട് ആർക്കാണ് ഗുണമുണ്ടാകുന്നത്? വനാതിർത്തിയിൽ തന്നെ വന്യമൃഗങ്ങളെ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ പല റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ഒക്കെ രൂപീകരണം നടത്തിയല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അതിന്റെ ഫലം അനുഭവിക്കുന്നില്ല? എവിടെ ലക്ഷങ്ങൾ മുടക്കി കോടികൾ മുടക്കി ആനമതിൽ പണിയുമെന്ന് നിങ്ങൾ പറഞ്ഞു. ആ മതിൽ എവിടെ? പ്രിയപ്പെട്ടവരെ, ഇവിടെ അധിവസിക്കുന്ന മനുഷ്യന്റെ ജീവന് വിലയുണ്ടാകണം. ഈ ഇടുക്കി രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസും ഇടുക്കി രൂപതയും ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പമാണ്. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളോടൊപ്പമാണ്. അതിലെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്, വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ആളുകളുണ്ട്. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ആളുകൾക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളുകളാണ്. അവർ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും അല്ലെങ്കിൽ വേറെ മറ്റു പക്ഷങ്ങളിലും ഒക്കെ അവർ വോട്ട് ചെയ്യും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ മറയൂരും ഈ കാഞ്ചിയാറ്റിലും ഉപ്പുതറയിലും അതുപോലെ തന്നെ കല്ലാർകുട്ടിയിലും പെരുവന്താനത്തും വയനാട്ടിലും ആറാത്തും അല്ലെങ്കിൽ കൊല്ലത്ത് ഡാനിയൽ എന്ന് പറയുന്ന ഒരു കർഷകൻ പശുവിന് പുല്ലരിയാൻ വേണ്ടി പോയപ്പോഴാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായി. അദ്ദേഹം ഇന്ന് ആശുപത്രി കിടക്കയെ അഭിമുഖീകരിക്കുന്നത്. കാട്ടിൽ നിന്ന് മാറി മനുഷ്യർ അധിവസിക്കുന്ന പ്രദേശത്തേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ നിയമങ്ങൾ ഉപയോഗിച്ച് ഈ മൃഗങ്ങളെ കാട്ടിലേക്ക് തന്നെ തുരത്തുന്നില്ല? ഇവിടെ 1972 വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി പരിഹരിക്കേണ്ട കാലം കഴിഞ്ഞുവെന്ന് ഞങ്ങളിവിടെ സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും ഒരു കൃഷിക്കാരന് മനസ്സുറച്ച് ലോൺ എടുത്ത് കൃഷി നടത്താൻ സാധിക്കുമോ? ഏല കർഷകർക്ക് സാധിക്കുമോ? കുരുമുളക് കർഷകർക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിളകൾ നടത്തുന്നവർ സാധിക്കുമോ? കാട്ടുപന്നി വന്ന് ആക്രമിക്കും, കുരങ്ങ് വന്ന്